സഭയിൽ ആൾക്കാരെ കൂട്ടാനല്ല. ഇവരുടെ കാഴ്ചപ്പാട് സഭയിൽ ആൾക്കാരെ കൂട്ടാനാണ് സ്ഥാനപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓർമ്മ ഞാൻ എനിക്ക് ലക്ഷ്യം ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പോലെ ആൾക്കാരുടെ ക്രൗഡ് കാണിച്ച് ശലോമോൻ സ്വയമേ മഹത്വവും ധനവും അന്വേഷിച്ചപ്പോൾ ശലോമോന്റെ ഗതികേടുണ്ടായി. ശലോമോന്റെ ഭാഗത്ത് രണ്ട് തെറ്റ്: സ്വയം മഹത്വം, സ്വന്തമായി ധനം ശേഖരിപ്പാൻ തക്കവണ്ണം അന്യജാതിക്കാരുമുള്ള അശുദ്ധമായ കൂട്ടുകെട്ടുകൾ. ഇത് ശലോമോനെ ദൈവത്തിന്റെ കോണിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ ഈ രണ്ട് പാപം കാരണമായതുപോലെ ഇന്ന് ചില വിദ്വാൻമാരത് അറിയുന്നില്ല. ശലോമോൻ ചെയ്ത് രണ്ട് കാര്യം ഇവർ ചെയ്യുന്നു: സ്വയം മഹത്വം വേണം, ധനം വാരിക്കൂട്ടണം. ഇത് ഈ ലോകത്തിലെ കാര്യമാണ്. പക്ഷേ കാര്യം പറയട്ടെ, വളരെ വ്യക്തമായിരിക്കുന്നു, ഇവരെല്ലാവരും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. വിശുദ്ധിക്ക് വേണ്ടി പോരാടിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളത്. അതാണ് വചനം 10 വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് പറയുന്നത്? നീതിമാൻ പ്രയാസത്തോട് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ ആരാണ് പ്രയാസത്തോടെ രക്ഷ? എന്താണ് രക്ഷ? ദിക്കിലേക്ക് കടക്കുന്ന രക്ഷ. ഇന്ന് പറയുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അവരെ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ലോകത്തിൽ എന്തൊക്കെയോ നേടിപ്പടിക്കുവാൻ വേണ്ടി, കാട്ടിക്കൊടുക്കാൻ വേണ്ടി, എനിക്കും പ്രസ്ഥാനത്തുണ്ടെന്ന് പറയുവാൻ വേണ്ടി ഇവർ എന്തൊക്കെയോ ഉപദേശത്തിന് അയവരുത്തുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന ആ ചെറിയ കൂട്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുന്നു. അല്ലേ? ചെറിയ കൂട്ടന്മാരാണ് ഇവർ വിശുദ്ധിക്ക് വേണ്ടി പോരാടി നിൽക്കുന്നവർ. ഈ പറയുന്നവരാരും ആ മണ്ഡലത്തിൽ കയറുന്നില്ല. അവർ ഇവിടെ മുന്നിൽ സംസാരിക്കാണ്. ഇനിയും കർത്താവിന്റെ പറയുന്നു, അനേകം അന്ത്യകാലഘട്ട അവസ്ഥ സമയത്ത് ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് കർത്താവ് അടച്ചു കളഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ലീഡറായിരുന്നു, ഞാൻ സംഘടനയുടെ നേതാവായിരുന്നു, ഞാൻ 1000 പേരെ സ്നാനപ്പെടുത്തി, ഞങ്ങൾക്ക് ഇത്ര സഭകളുണ്ട്, ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്. ഓട്ടും ചൂട്ടൊക്കെ ഇരട്ടപ്പെടുത്തല്ല കാര്യം തന്നെ. എളിമയുടെ ജീവിതം നയിച്ചാൽ നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞു ഇനി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നുണ്ട്, കാര്യങ്ങളെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേ ഇടയ്ക്ക് അതൊക്കെ ഭവിഷ്യത്ത് വരുത്തുന്ന വചനത്തെ വളച്ചൊടിക്കുന്ന ഉപദേശത്താലും അവർ ദൈവസഭയെ, വിശ്വാസി മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന അമ്മേ. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന്റെ സ്വരമാമേ. എന്തുമാത്രം ആത്മാക്കളെ ഇപ്രകാരം ഉപദേശത്തിൽ അവരെ തകർത്തുകൊണ്ടിരിക്കുന്നതാമേ. ഒരു കാര്യം പറയട്ടെ, ഹാലേലൂയ. ഒരു കാര്യം മറന്നു പോകുന്നു. ആരാണ്? കർത്താവ് പറയുന്നല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നും. ഇവരാരാ? ഇവർ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാ, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ളവരല്ല. ഇന്ന് പെന്തിക്കോസ്ത് 2 കൂട്ടരുണ്ട്. വിളിക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പാർട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം സെക്കൻഡ് പാർട്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം നിൽക്കുന്നവരാണ് വിശുദ്ധിക്ക് വേണ്ടി പോരാടി തന്നെ താഴ്ത്തി ഒരു സണ്ടനായി യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ ദൈവരാജ്യം കരസ്ഥമാക്കും. ഇവർക്കിപ്പോ ഇവിടേതായ ആത്മീയ കാഴ്ചപ്പാട് മഞ്ജീവപിച്ചിരിക്കുന്നു, അതിന് കുരുട് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാമേ. അപ്പൊ പല ചോദ്യം, അപ്പൊ അവര് പ്രവചിക്കുന്നില്ലേ? അത് ചോദിക്കാം. അവര് പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഞാൻ അവരെ പ്രവചിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇത് പ്രവചനമാണ്, ഇത് പ്രവചനമാണ്. യോവേൽ പ്രവാചക കാലത്ത് ദൈവം എഴുതിയിരിക്കുന്ന അന്ത്യകാലത്ത് ഉദരത്തിലെ കിടക്കുന്ന കുഞ്ഞു പ്രവചിക്കും. പക്ഷെ അവർ നിത്യത കരസ്ഥമാക്കണമെങ്കിൽ പ്രമാണം വേറെ ഉണ്ടെന്ന് ഇല്ലേ? ദൈവത്തിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രവചന നിവർത്തീകരണമാണ്. അപ്പൊ യോവേൽ